ബി.ജെ.പി. വിരുദ്ധ വോട്ടുകളെ പൂളിയിപ്പിക്കുന്നതിൽ രാജ്യത്ത് കർഷകർ, തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും യുവതി യുവാക്കളും നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത്. അത് ഇടതുപക്ഷം എന്ന നിലയിൽ തന്നെ അത് പൂൾ ചെയ്യപ്പെട്ടോ എന്നുള്ളത് ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഒരു ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയ ജ്വരമുണ്ടാക്കാൻ, രാഷ്ട്രീയ നിലപാട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഡിവൈഎഫ്ഐയും എസ്.എഫ്.ഐയും അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയിലെ കലാലയങ്ങൾ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ തെരുവുകളിലെ യുവതി യുവാക്കളുടെ പ്രക്ഷോഭവും പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിശയിലുള്ള പോരാട്ടത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾ വിലയിരുത്തിയത് ഇന്ന് അത്രയധികം ശക്തമായൊരു ഗവൺമെൻറ്, അതീവ ദുർബലമായൊരു ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. 2 എഞ്ചിനാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത്. ഒരു എഞ്ചിൻ JDU ആണ്, വേറൊരു എഞ്ചിൻ TDP ആണ്. ഏത് എഞ്ചിൻ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പണിമുടക്കാം എന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ സർക്കാരിനെ നമുക്ക് ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാം. ഇത് ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ യുവതി യുവാക്കൾ അവരെ ഒന്നാകെ ഈ തൊഴിലില്ലായ്മയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, അതിൻ്റെ ഉള്ളറകൾ, അത് ഗവൺമെൻറ് യുവജന വിരുദ്ധ നിലപാടുകൾ എല്ലാം ആവർത്തിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുക, പ്രചരിപ്പിക്കുക. പരമാവധി ഇടങ്ങളിൽ ഞങ്ങൾക്കിപ്പോൾ ഇന്ത്യയിലുടനീളം DYFI എന്ന നിലയിൽ ഒറ്റയ്ക്ക് മാത്രമല്ലല്ലോ, ഇപ്പോൾ ലെഫ്റ്റ് ബ്ലോക്ക്, ലെഫ്റ്റ് യൂണിറ്റി, അവിടെയാണ് ലെഫ്റ്റ് യൂത്ത് ആൻഡ് സ്റ്റുഡൻറ്റ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ചില കാര്യങ്ങളിൽ കർഷക പ്രസ്ഥാനവുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ അഗ്നിപഥ് പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു വലിയ സമരനിര പടുത്തുയർത്തുക. മുമ്പോട്ട് പോകും, കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി കൂടുതൽ ജനം തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.